അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു ഖബറിൻ്റെ ഉള്ളിൽ ഒരു യൂട്യൂബർ ഇറങ്ങി അതിനുശേഷം ആ ഖബറിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം. ഇത് നമ്മൾ പറയുന്ന കഥ എന്തെന്നാൽ, ഒരു യൂട്യൂബറാണ്. അദ്ദേഹം ഒരു അഡ്വഞ്ചർ വീഡിയോസൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് അഡ്വഞ്ചേഴ്സ് വീഡിയോസൊക്കെ ചെയ്ത ശേഷം അദ്ദേഹത്തിന് ഭയങ്കര അഹങ്കാരമായി. പടച്ച തമ്പുരാനെ തന്നെ വെല്ലുവിളിച്ചേക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കൂടി ഒരു ഖബർ കുഴിക്കുകയാണ്. സാധാരണ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമോ അതുപോലെയെല്ലാം അവർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ഒരു വലിയ ഖബർ കുഴിച്ചു. ഈ ഖബറിൽ ഇറങ്ങി താമസിക്കുന്നിടത്തോളം ദിവസം അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഖബറിൽ അവർ ഒരുക്കിയിരുന്നു. ഫുഡ്, അതുപോലെ വെള്ളം, വെളിച്ചം, എയർ കണ്ടീഷൻ വരെ അവർ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വ്യായാമം ചെയ്യാനുള്ള പല കാര്യങ്ങളും, മ്യൂസിക് കേൾക്കാനുള്ള പല കാര്യങ്ങളും, ചുരുക്കി പറഞ്ഞ എല്ലാ സുഖ സൗകര്യങ്ങളും ആ ഖബറിൽ അവർ ഒരുക്കിയിരുന്നു. കാരണം ഖബർ ജീവിതം എങ്ങനെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ആ യൂട്യൂബർ ആ പണി കാണിച്ചത്. അങ്ങനെ സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അതുപോലെയൊക്കെ ചെയ്തതിന് ശേഷം യൂട്യൂബറും കൂട്ടുകാരും കൂടി ആ ഖബർ താത്തിയടുത്തേക്ക് പോകുന്നു. അങ്ങനെ യൂട്യൂബറും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടി ഈ ഖബറിലേക്ക് ഇറങ്ങുന്നു. മുകളിൽ നിന്നും സാധാരണ നമ്മൾ ചെയ്യും പോലെ ഖബർ അടച്ചിട്ട് കൂട്ടുകാർ മാറി നിൽക്കുന്നു. ശരിക്കും ഒരു ഖബർ താത്തിയിട്ട് ഖബർ മൂടും പോലെ തന്നെയാണ് അവർ മൂടിയത്. അതുവരെ നല്ലൊരു അന്തരീക്ഷമായിരുന്ന കാലാവസ്ഥ പെട്ടെന്ന് മഴക്കോളും കാറ്റുകൾ കൊണ്ടും നിറഞ്ഞു. പെട്ടെന്ന് തന്നെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ഖബറിൻ്റെ അകത്തേക്ക് ചെളിയായിട്ട് ഈ വെള്ളം ഊർന്നിറങ്ങാൻ തുടങ്ങി. ഈ സമയം അതിൻ്റെ ഉള്ളിലിരുന്ന യൂട്യൂബറും ആ കൂട്ടുകാരനും ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അവർ കരയാൻ തുടങ്ങി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിഷമിച്ചു. അവർ അന്നേരം മനസ്സിലാക്കി പടച്ച തമ്പുരാൻ്റെ കഴിവെന്താണെന്നുള്ളത്. അവർ മരണം മുന്നിൽ കണ്ടു. പെട്ടെന്ന് തന്നെ തൻ്റെ സുഹൃത്തുക്കളായിരുന്ന വ്യക്തികൾ പുറത്ത് കാത്തു നിൽക്കുന്നവർ, അവർ ഖബറിൻ്റെ മണ്ണ് മാറ്റി ഇവരെ പുറത്തേക്ക് ഇറക്കുകയായിരുന്നു. അതിനുശേഷം ഈ യൂട്യൂബർ പറയുകയാണ്, ദൈവത്തിൻ്റെ ശക്തി അപാരമാണ്, അത് നമുക്ക് അളക്കാൻ കഴിയില്ലെന്ന്. ഇങ്ങനെ തന്നെയാണ് ഓരോ വ്യക്തിയുടെ കാര്യങ്ങളും. നമ്മൾ പടച്ച തമ്പുരാനെ വെല്ലുവിളിക്കാൻ പാടില്ല. നമ്മുടെ നാഥനായ അള്ളാഹുവിനെ വെല്ലുവിളിച്ചവരാരും ഇന്നവരെ രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെ യൂട്യൂബർക്ക് ഒരു കാര്യം മനസ്സിലായി, പടച്ച തമ്പുരാനെ വെല്ലുവിളിക്കാൻ പാടില്ല എന്നുള്ളത്. ഇതുകൊണ്ട് യൂട്യൂബർക്ക് മാത്രമല്ല സമൂഹത്തിന് തന്നെ കാര്യങ്ങൾ പിടികിട്ടി പടച്ച തമ്പുരാൻ ശക്തനാണെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.